നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂരിൽ തലക്കടി കിട്ടിയ പാകിസ്ഥാന്റെ സ്വയം പ്രഖ്യാപിത ഫീൽഡ് മാർഷൽ ജനറൽ ആസിം മുനീർ ജയിലിൽ കിടക്കുന്ന ഇമ്രാൻഖാന്റെ ഭാര്യയെ കണ്ടത് എന്തിനാണ് കണ്ടതെന്ന് വീണ്ടും ജയിലിൽ കിടന്നുകൊണ്ടാണ് മുൻ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ കൂരമ്പ് പോലത്തെ ഈ ചോദ്യങ്ങൾ. അതിങ്ങനെയാണ്: താൻ പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ISIയുടെ മേധാവിയായിരുന്ന ആസിം മുനീറിനെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തിരുന്നു. അപ്പോഴാണ് ആസിം മുനീർ തൻ്റെ ഭാര്യ ബുഷ്ര ബീവിയെ ചെന്ന് കണ്ടതും ഇമ്രാൻഖാനെ കണ്ട് തനിക്ക് വേണ്ടി സംസാരിക്കണമെന്നും അഭ്യർത്ഥിച്ചത്. അത് സാധ്യമല്ല, ഇത് താൻ ഇടപെടേണ്ട കാര്യമല്ല, താൻ ഭരണത്തിൽ ഇടപെടാറില്ല എന്ന് ബുഷ്ര ബീവി മുഖത്തടിച്ചതുപോലെ ആസിം മുനീറിന് മറുപടി നൽകി. ഇതോടെയാണ് ബുഷ്ര ബീവിയെ ഒരു അവസരം കിട്ടിയപ്പോൾ ആസിം മുനീർ തനിക്കൊപ്പം ജയിലിലടച്ചതെന്ന് ഇമ്രാൻഖാൻ ഇപ്പോൾ തുറന്നടിക്കുന്നു. അഴിമതി മുതൽ വിവാഹ നിയമത്തിൻ്റെ ലംഘനം വരെ ചൂണ്ടിക്കാട്ടിയാണ് ബുഷ്ര ബീവിയെയും ഇമ്രാൻഖാനൊപ്പം ജയിലിലടച്ചത്. ജയിലിലും തൻ്റെ ഭാര്യയെ ആസിം മുനീറിൻ്റെ സൈനിക ഉദ്യോഗസ്ഥർ ഇമ്രാൻഖാൻ സൈന്യത്തിൻ്റെ ഭീഷണിയെ ഭയക്കുന്നില്ല എന്നാണോ, അതോ പാക് സൈന്യത്തിൽ ഇമ്രാൻഖാൻ ഇപ്പോൾ വീണ്ടും സ്വാധീനം ഉയർന്നു വരുന്നുണ്ട് എന്നാണോ? എന്തായാലും ഫീൽഡ് മാർഷലായി ആസിം മുനീർ സ്വയം അവരോധിക്കപ്പെട്ടതോടെയാണ് ഇമ്രാൻഖാൻ തൻ്റെ വാ തുറന്നത്. ഫീൽഡ് മാർഷലല്ല, ആസിം മുനീർ കിങ് ആണെന്നാണ് കഴിഞ്ഞ ദിവസം ഇമ്രാൻഖാൻ വിശേഷിപ്പിച്ചത്. കാരണം പാകിസ്ഥാനിലുള്ളത് കാട്ടിലെ നിയമങ്ങളാണ്. അപ്പോൾ ആ നിയമങ്ങൾ നടപ്പാക്കുന്നത് കാട്ടിലെ രാജാവ് തന്നെയാണ്. അതാണ് ഇമ്രാൻഖാൻ്റെ ന്യായീകരണം. ആസിം മുനീർ വളരെ ചുരുങ്ങിയ കാലത്തേക്കാണ് പാകിസ്ഥാൻ്റെ ISIയുടെ DG സ്ഥാനത്തിരുന്നത്. ഇമ്രാൻഖാൻ കഴുത്തിന് പിടിച്ച് പുറത്താക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇമ്രാൻഖാൻ ഇപ്പോൾ ആസിം മുനീർ എന്ന പാകിസ്ഥാൻ്റെ ഒന്നിനും കൊള്ളാത്തൊരു സൈനിക മേജർ ജനറലിനെ പറ്റി ആരോപണങ്ങൾ പുതുതായി ഉന്നയിക്കുന്നത്. ഇമ്രാൻഖാൻ പഷ്തൂൺകാരനും ആസിം മുനീർ പഞ്ചാബിയുമാണ്. എന്തായാലും ആ തർക്കം, ഇന്നർ പൊളിറ്റിക്സ് വളരെ രൂക്ഷമാണ് ഇപ്പോഴും പാകിസ്ഥാനുള്ളിൽ. എന്തായാലും ആസിം മുനീറിനെതിരെ ഇമ്രാൻഖാൻ ഇപ്പോൾ പരസ്യമായി രംഗത്തിറങ്ങിയിരിക്കുന്നത് വേറെന്തോ ചില സൂചനകളാണ് നൽകുന്നത്. ഡൊണാൾഡ് ട്രംപ് വരെ ഇമ്രാൻഖാൻ അനുകൂലമായി പറഞ്ഞതാണ്. അത് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനും ഒരിക്കൽ തലവേദനയായിരുന്നു. ആസിം മുനീർ അടക്കമുള്ള സൈനിക നേതൃത്വം ഭരിക്കുന്ന പാകിസ്ഥാനിലെ പാവ പ്രധാനമന്ത്രിയാണ് ഷഹബാസിൻ്റേതെന്ന് ജയിലഴികൾക്കുള്ളിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ് ഇമ്രാൻഖാൻ. ആസിം മുനീർ എന്ന ഫീൽഡ് മാർഷലിനെതിരെ തുറന്നടിക്കാൻ ഇമ്രാൻഖാൻ എന്ന ലോകമറിയുന്ന മുൻ പാക് പ്രധാനമന്ത്രി തുനിഞ്ഞിറങ്ങിയിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാനിൽ പുതുതായി എന്തോ വരാനുണ്ട്. എന്തായാലും പാകിസ്ഥാനിലെ രാഷ്ട്രീയ രംഗം ആകെ കലുഷിതമായിരിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ പാക് ടെറർ ഫാക്ടറികൾ തകർത്തതിനു ശേഷം പാകിസ്ഥാനിലാകെ രാഷ്ട്രീയ അസ്ഥിരതയാണ്. അതിനിടയിലാണ് അമേരിക്കയുടെ സമ്മർദ്ദത്തെ തുടർന്ന് IMFും വേൾഡ് ബാങ്കും പാകിസ്ഥാനെ സഹായിക്കാൻ സാമ്പത്തിക സഹായം അനുവദിക്കാമെന്ന് വാക്കാൽ ഉറപ്പ് നൽകിയത്. അതിൻ്റെ മത്ത പിടിച്ചിരിക്കുകയാണോ പാക് ഭരണകൂടമെന്ന് തോന്നും ഇപ്പോഴത്തെ ചില പ്രവൃത്തികൾ കണ്ടാൽ. ഇമ്രാൻഖാനെ ജയിൽ വിമുക്തനാക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റും വൈറ്റ് ഹൗസുമൊക്കെ ഔദ്യോഗികമായും അനൗദ്യോഗികമായും പാകിസ്ഥാൻ ഭരണകൂടത്തോട് പലതവണ ആവശ്യപ്പെട്ടതാണ്. പക്ഷേ അതിന് മാത്രം പാക് ഭരണകൂടം കേൾക്കുന്നില്ല. കാരണം ഇമ്രാൻഖാൻ താലിബാനിലെ പുതിയ സർക്കാരിൻ്റെയും ഇഷ്ടപ്പെട്ട ആളെന്നാണ് ഇപ്പോൾ പാക് സർക്കാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇമ്രാൻഖാൻ പുറത്തിറങ്ങിയാൽ ഷഹബാസ് ഷെരീഫിന് തൻ്റെ പ്രധാനമന്ത്രി പദം നഷ്ടമാകും. സൈന്യം ആസിം മുനീറിനെയും ഒക്കെ കളഞ്ഞ് വീണ്ടും ഇമ്രാൻഖാനോട് കൂറ് പ്രഖ്യാപിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും. ഇനിയത് വേണ്ട എന്ന നിലപാടിലാണ് തൽക്കാലം ഇമ്രാൻഖാൻ. അഴിമതി കേസിലെങ്കിൽ അതിന് ജയിലിനുള്ളിൽ തന്നെ കിടക്കട്ടെ എന്ന് പാക് പ്രധാനമന്ത്രിയും പാക് സർക്കാരും തീരുമാനമെടുത്തതും. എന്തായാലും ഇപ്പോൾ സൈന്യത്തിനെതിരെ ജയിലിനുള്ളിൽ നിന്നുകൊണ്ട് ഇമ്രാൻഖാൻ ശക്തമായ നിലപാടെടുക്കാൻ നിർബന്ധിതനായെങ്കിൽ, അല്ലെങ്കിൽ അതിന് ധൈര്യം കാട്ടി തുടങ്ങിയെങ്കിൽ അതിന് പിന്നിൽ മറ്റെന്തോ വലിയ കാര്യം വരാനുണ്ട്.